സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരമാണ്. ഇത്തരത്തിൽ ഈ ആശമാരുടെ സമരം കുറച്ച് ദിവസമായി എങ്കിൽ തന്നെയും ചില വ്യാജമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏത് രീതിയിലാണ് അതിനെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നടന്ന ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു സമരത്തിൽ പ്രഹസനമായി ഇന്ന് ഒരാൾ എത്തിയിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. അപ്രതീക്ഷിതമായ ഒരു സന്ദർശനമാണ് ഇന്ന് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതവിടെ ഉണ്ടായി. എന്താണ് അന്ന സംഭവിച്ചത്? അപ്പോൾ അതെ, വളരെ കുറച്ചുപേർ മാത്രമാണ്, സംസ്ഥാനത്തെ കണക്കിലെടുത്താൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഈ തരത്തിലുള്ളൊരു സമരത്തിന് മുന്നിലുള്ളത്. അതേസമയം തന്നെ ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്ന് കാണിച്ചുകൊണ്ട് CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാരുടെ സമരം പാരലലായി നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിയമം, അവരുടെ ഈ കാര്യത്തിലുള്ള നിലപാട് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യം യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് കാട്ടി CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കുമ്പോൾ ഇന്ന് ചെയ്തത് ആശമാർക്കിടയിലെത്തി നൃത്തം ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി അവരുടെ ഇടയിൽ സംസാരിക്കുന്നു. പക്ഷേ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നില്ല, കൃത്യമായ നിലപാടെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായ സംഗതി. ശരിക്കും പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രി എത്തുമ്പോൾ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഈ കേന്ദ്ര നിലപാടിലൊരു മാറ്റം ഉണ്ടാകുമായിരിക്കും, ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കും. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതെ, എംപ്ലോയീസ് ആയിട്ട് പോലും ആശമാരെ അംഗീകരിക്കാത്ത കേന്ദ്ര നിലപാട് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഇവർക്കിടയിലെത്തി നൃത്തം ചെയ്യാനുള്ള ധൈര്യം എന്ന് വേണം പറയാൻ. കേരളത്തിലുള്ള 26,000 ആശാപ്രവർത്തകരിൽ ചെറിയ ഒരു വിഭാഗമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്നത്. ആ സമരത്തിലേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുക കേന്ദ്ര അവഗണനയിൽ മാറ്റമുണ്ടാകുന്ന ഇടപെടൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ്. ആശമാർക്കിടയിലെത്തി നൃത്തം ചെയ്ത കേന്ദ്രമന്ത്രി പക്ഷേ കേന്ദ്രത്തെ ന്യായീകരിക്കുന്ന പതിവ് ശൈലി മാറ്റാൻ തയ്യാറായില്ല. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും. അല്ല, ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത ഒരു സൂചനയാണ്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഞാനല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു. രാജ്യത്ത് 10 ലക്ഷം ആശാപ്രവർത്തകരാണുള്ളത്. ഇതിൽ 26,000 പേർ മാത്രമാണ് കേരളത്തിലുള്ളത്. ആ കേരളം നൽകുന്ന ഓണറേറിയമാകട്ടെ രാജ്യത്തെ ഉയർന്ന നിരക്കായ 7,000 രൂപയും. മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നൽകുന്നത് നാമമാത്രമായ തുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരത്തിൽ എത്തിയുള്ള കേന്ദ്ര സഹമന്ത്രിയുടെ പ്രഹസനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.